ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് VLOOKUP ഫംഗ്ഷനും ഇഫ് കണ്ടീഷനും എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്ത്, അതായത് നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ അത് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ രണ്ട് ഫോമുലയും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഫോമുലകളാണ്. കാരണം രണ്ട് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോമുലകളാണ് ഈ രണ്ടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ അത് നമ്മുടെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇഫ് ഫംഗ്ഷനിൽ എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഫംഗ്ഷനിൽ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റാണ്. ലോജിക്കൽ ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്പറിനേക്കാളും മറ്റേ നമ്പർ ചെറുതാണോ വലുതാണോ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മറ്റൊരു ടെക്സ്റ്റുമായിട്ട് സെയിം ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതിനുശേഷമുള്ള ആർഗ്യുമെൻറ്റ് വരുന്നത് വാല്യൂ ഓഫ് ട്രൂ. നമ്മൾ ചെയ്ത ആർഗ്യുമെൻറ്റ് നമ്മൾ ചെയ്ത ലോജിക്കൽ ടെസ്റ്റ് അത് ട്രൂ ആണെങ്കിൽ എന്ത് മെസ്സേജ് കിട്ടണം അത് കൊടുക്കേണ്ട ഒരു പോർഷനാണ്. അതുപോലെ ഫോൾസ് ആണെങ്കിൽ എന്ത് വേണം അതിവിടെ കൊടുക്കാം. നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ തന്നിരിക്കുന്ന വാല്യൂ സെറ്റിൽ 50-നേക്കാൾ ചെറിയ സംഖ്യകൾക്ക് ഫോൾസ് എന്നും 50-നേക്കാൾ വലിയ സംഖ്യകൾക്ക് ട്രൂ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഇഫ് ഓപ്പൺ ചെയ്യുക, കമ്പയർ ചെയ്യേണ്ട ഒരു നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 കൊടുക്കുക. അതായത് ഈ ഒരു നമ്പർ 50-നേക്കാൾ ചെറുതാണോ വലുതാണോ എന്നുള്ള ഒരു ലോജിക്കൽ ടെസ്റ്റാണ് കൊടുക്കുന്നത്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഒരു ലോജിക്കൽ ടെസ്റ്റ്. അതിനുശേഷം ഈ ലോജിക്കൽ ടെസ്റ്റ് വാല്യൂ ട്രൂ ആണെങ്കിൽ എനിക്ക് ട്രൂ എന്നാണ് വേണ്ടത്, ഡബിൾ കോട്ട്സിൽ കൊടുക്കാം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ഫോൾസ് എന്ന് കൊടുക്കുന്നു. കാരണം അതൊരു ലോജിക്കൽ ടെസ്റ്റ് ഫോൾസ് ആണെങ്കിൽ എന്താണ് കിട്ടേണ്ട ആ ഒരു ഇതാണ്. അതിനുശേഷം നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോൾസ് കിട്ടിയിട്ടുണ്ട്. കാരണം 10 എന്ന് പറയുന്നത് 50-നേക്കാൾ ചെറുതാണ്. നമുക്കിതൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ മനസ്സിലാവും 50-ന് ശേഷമുള്ള, അതായത് 50, 60, 70 എന്ന നമ്പറുകൾക്കെല്ലാം ട്രൂവും അതിന് മുകളിലുള്ള സംഖ്യകൾക്കെല്ലാം ഫോൾസ് എന്നുള്ള സ്റ്റാറ്റസാണ് വന്നിരിക്കുന്നത്. നമുക്കിനി VLOOKUP നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. VLOOKUP നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ലുക്കപ്പ് വാല്യൂ ഉപയോഗിച്ച് ഒരു ടേബിൾ അറയിലുള്ള ഒരു ഡേറ്റ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി VLOOKUP ഉപയോഗിക്കുന്നത്. നമുക്ക് VLOOKUPലെ ഓരോ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. VLOOKUPലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് വരുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. അതായത് നമ്മൾ എന്ത് വാല്യൂ വെച്ചിട്ടാണ് ഒരു അറയിൽ ചെക്ക് ചെയ്യുന്നത് ആ ഒരു വാല്യൂ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ളൊരു ആർഗ്യുമെൻ്റാണ്. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വരുന്നത് ടേബിൾ അറയാണ്. അതായത് അത് ഏത് ടേബിളിൽ നിന്നാണ്, അത് ഏത് ലൊക്കേഷനിൽ നിന്നാണ് അത് പിക്ക് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അടുത്തതായിട്ട് കോളം ഇൻഡെക്സ് നമ്പറാണ്. നമ്മൾ ഫോമിൽ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതിന് ശേഷമുള്ള ആർഗ്യുമെൻറ്റ് വരുന്നത് റേഞ്ച് ലുക്കപ്പാണ്. റേഞ്ച് ലുക്കപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. കാരണം എക്സാക്റ്റ് മാച്ച് കിട്ടാനായിട്ട് നോർമലി എല്ലാവരും കൊടുക്കുന്നത് ഫോൾസ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സീരിയൽ നമ്പറിന് ലുക്കപ്പ് വാല്യൂറ്റ് കൊടുത്തതിന് ശേഷം ടേബിളിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു ഡേറ്റ നമ്മൾ പിക്ക് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 കൊടുക്കുവാണ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ സീരിയൽ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ടേബിൾ അറയാണ്. അത് നമ്മുടെ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടേബിൾ അറ സെലക്ട് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മളൊരു $സൈൻ കൊടുക്കണം. കാരണം ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ആ ടേബിൾ അറയ്ക്ക് വേറെ മാറ്റമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ടേബിൾ അറ ഡിലീറ്റായി പോയിരുന്നാലും നമ്മുടെ ഫോമിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്തേക്കാം. നെക്സ്റ്റ് ആർഗ്യുമെൻറ്റ് ഇൻഡെക്സ് നമ്പറാണ്. അതായത് സെലക്ട് ആയ കോളത്തിൻ്റെ എത്രാമത്തെ പൊസിഷനിലാണ് നമുക്ക് വേണ്ട ഡേറ്റ കിടക്കുന്നതെന്നാണ്. എനിക്കിപ്പോൾ വേണ്ടത് നെയിമാണ്. നെയിം കിടക്കുന്ന 2ാമത്തെ കോളമാണ്. അതുകൊണ്ട് ഞാനിവിടെ 2 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എക്സാക്റ്റ് മാച്ചിന് വേണ്ടി ഫോൾസ് സെലക്ട് ചെയ്യുകയാണ്. ഫോൾസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യുക. എനിക്കിപ്പോൾ 5ാമത്തെ സീരിയൽ നമ്പറിലെ നെയിം 5 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഡെസിഗ്നേഷനാണ് ആവശ്യമെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് കോളം നമ്പർ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് 3 ആക്കി കൊടുത്താൽ മതി. അതുപോലെ തന്നെ പ്രോജക്റ്റാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇൻഡെക്സ് കോളം എഡിറ്റ് ചെയ്ത് 4 കൊടുത്താൽ മതി. VLOOKUP സെർച്ച് ചെയ്യുന്നത് L ഷേപ്പിലാണ് എപ്പോഴും VLOOKUP സെർച്ച് നടക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 5 എന്നൊരു സീരിയൽ നമ്പർ സെർച്ച് ചെയ്യുന്നത് അത് സീരിയൽ നമ്പറിൽ നിന്ന് ആദ്യം താഴേക്ക് സെർച്ച് ചെയ്യുന്നു. അപ്പം 5 ലോക്ക് ആയതിനു ശേഷം അവിടുന്ന് റൈറ്റിലേക്കാണ് പോകുന്നത്. റൈറ്റിൽ നമ്മുടെ 4ാമത്തെ പൊസിഷനിൽ പോയിട്ട് ആ ഒരു വാല്യൂ ആണ് നമുക്ക് എടുത്ത് തരുന്നത്. ഇനി ഈ 2 ഫോമിൽ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഡേറ്റാബേസ് എടുത്തിട്ടുണ്ട്.
നമുക്ക് കാണാം ഇവിടെ പ്രോഡക്റ്റ് നെയിം ഉണ്ട്, അതിൻ്റെ റീജിയൻ ഉണ്ട്, പ്രൈസ് ബ്ലാങ്ക് ആണ്. ഇപ്പോൾ പ്രോഡക്റ്റ് 2 റീജിയനിലായിട്ട് ഒരേ പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല പല പ്രോഡക്റ്റ് 1, പ്രോഡക്റ്റ് 2 അങ്ങനെ 5 പ്രോഡക്റ്റ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് 2 റീജിയനിലായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ബ്ലാങ്ക് ആണ്. പ്രൈസ് നമ്മളിവിടെ മറ്റൊരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അതായത് പ്രൈസ് ദുബായിലുള്ള പ്രൈസ് മാത്രമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് കോളത്തിലെ ദുബായ് എന്നുള്ള റീജിയനിലുള്ള പ്രോഡക്റ്റിന് മാത്രം ഇതിൽ നിന്നുള്ള പ്രൈസ് പിക്ക് ചെയ്ത് പ്രൈസ് കോളത്തിൽ കൊടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് ഇഫ് കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യാം. കണ്ടീഷൻ റീജിയൻ സെലക്ട് ചെയ്യുന്നു, ശേഷം = ദുബായ് കൊടുക്കുകയാണ്. അത് ഡബിൾ കോട്ട്സിൽ കൊടുക്കണം, കാരണം ഇതൊരു ടെക്സ്റ്റ് വാല്യൂ ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് വരുന്നത്. ഇതാണ് വാല്യൂ. ഇഫ് ട്രൂ ആണ് എങ്കിൽ ട്രൂ കൊടുക്കുന്നു. അതിനുശേഷം എനിക്ക് ഫോൾസ് ആണെങ്കിൽ എനിക്കൊന്നും വേണ്ട. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമുക്ക് ഈ ഫോമിൽ ഡ്രാഗ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ടേബിളിൽ നിന്ന് ദുബായ് ഫുള്ള് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിൽ ട്രൂ വാല്യൂ വന്നിട്ടുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് ട്രൂ വാല്യൂ അല്ല, അതിൻ്റെ പ്രൈസാണ് വേണ്ടത്. പ്രൈസിന് വേണ്ടി നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ആ ഒരു ഫീൽഡിൽ നമുക്ക് VLOOKUP ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഫോമിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ ട്രൂ വാല്യൂ ആണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് VLOOKUP ഫോമാറ്റ് ആക്കേണ്ടത്, VLOOKUPൻ്റെ ഫംഗ്ഷൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്ത് VLOOKUP സ്റ്റാർട്ട് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നെയിമാണ്, സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടേബിൾ അറേ നമ്മുടെ ഈ പ്രൈസ് റേഞ്ച് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കറിയാം കോളം ഇൻഡെക്സ് നമ്പർ 2 ആണ് കൊടുക്കുക. അതിനുശേഷം എക്സാക്റ്റ് വാല്യൂ നമുക്ക് ഫോൾസ് കൊടുത്ത് നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമുക്ക് ഈ ഫോമിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ആക്ച്വലി ഈ ഫോമുല വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഫംഗ്ഷൻ ദുബായ് എന്ന റീജിയനെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം VLOOKUP ഫംഗ്ഷൻ ഉപയോഗിച്ച് ആ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് പിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.